വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് റൈഡ് പോവാണ് കേട്ടോ ഗൈസ്. പോവാണ്. അപ്പൊ ദേ മീനമ്മയുണ്ട്, ഞാനുണ്ട്, ഇവിടെ കുറച്ച് നെത്തു നോക്കിക്കേ, നെത്തുമ്മ ഇവിടെ നോക്കിയേ, ഹായ് എന്നൊക്കെ റൈഡർ ഉണ്ട്. അപ്പൊ അമ്മച്ചി അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് ഗൈസ്. ചുമ്മാ ഒന്ന് റൈഡ് ഇട്ടിട്ട് നമുക്ക് പോരാ. അപ്പൊ നമുക്ക് അപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ പെട്ടെന്ന് ചേട്ട പറഞ്ഞ് നമുക്കൊരു നൈറ്റ് റൈഡ് പോയാലോ എന്ന് പറഞ്ഞപ്പോൾ കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങളിതേ 5 പേരും കൂടി വണ്ടിക്ക് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ ആണെങ്കിൽ രാത്രി ആയതുകൊണ്ട് ചെറിയ മഴയും അതുപോലെ തന്നെ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സെക്ടറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഗൈസ് ഇറങ്ങിയത്. പിന്നെ ഫുഡ് കഴിക്കാനാണ് മെയിൻ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളിൽ നോക്കിയിട്ടൊന്നും കടകളൊന്നും കണ്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹോട്ടൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കുറേ നേരത്തെ ഒരു ഹോട്ടൽ ഹണ്ടിന് ശേഷം ഞങ്ങൾ അവസാനം ചെല്ലുന്നത് ഗൈസ് എവിടെയാണ്? 5 സ്റ്റാർ തട്ടുകടയിലേക്കാണ് ഗൈസ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് 5 സ്റ്റാർ തട്ടുകടയിലേക്ക് പോയില്ല. അവിടെ ഇപ്പൊ കാണട്ടെ, മീനമ്മ നോക്കിക്കോളൂ ഗൈസ്, നോക്കിക്കോളൂ. എല്ലാവർക്കും ഒരു നാടൻ വൈബ് ഫുഡ് എടുക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തട്ടുകട അന്വേഷിച്ച് ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. തട്ടുകട അന്വേഷിച്ച് ഇറങ്ങി അവസാനം എന്തേ ഞങ്ങൾ കലൂർ വരെ എത്തി കേട്ടോ. കലൂർ എത്തിയപ്പോൾ ദേ ഒരു 5 സ്റ്റാർ തട്ടുകടയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ നേരെ അവിടെ കയറി ഇറങ്ങി. അപ്പോൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. പുറത്താവുമ്പോൾ നല്ല ആംബിയൻസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചില്ലിങ്ങും ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ അങ്ങനെ പുറത്തിരുന്നിട്ട് ഞങ്ങളിതേ തട്ടുകടയിലിരുന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഓർഡർ ചെയ്തു. ഒരുപാട് സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് സംഭവം ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്. ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രം എല്ലാവർക്കും ഭയങ്കര നാണമാണ് കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ചിക്കൻ ഫ്രൈ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ചില്ലി ചിക്കൻ പറഞ്ഞു, പിന്നെ എല്ലാവർക്കും പൊറോട്ട പറഞ്ഞു, പിന്നെ എനിക്കും മിനമ്മക്കൊരു ഇടിയപ്പവും കൂടി പറഞ്ഞു കേട്ടോ. ഞാനൊരു പൊറോട്ട ഒരു ഇടിയപ്പമാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു, നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. ചില്ലി ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ പൊറോട്ട അത്ര പോരെങ്കിലും ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ ചില്ലി ചിക്കൻ. അങ്ങനെ എല്ലാവരും സൈലൻ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ശരത്തുണ്ടായിരുന്നെങ്കിൽ ഈ സൈലൻസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ക്യാമറ ഓണാക്കിയാൽ പിന്നെ ഭയങ്കര സൈലൻസാണ് ഇവിടെ. എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല ഗൈസ്. ശരത്തുണ്ടായിരുന്നെങ്കിൽ ഈ സൈലൻസ് ഒന്നും ഉണ്ടാവില്ല. ക്യാമറ ഓണാക്കിയാലും ശരി, ഓണാക്കിയില്ലെങ്കിലും ശരി. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ഫ്രൈയും ചിക്കനും എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്കതിൽ ഒരു ഓംപ്ലേറ്റ് കൂടി വന്നു ഗൈസ്. ഓംപ്ലേറ്റ് അവസാനമായപ്പോഴേക്കും അതും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡബിൾ ഓംപ്ലേറ്റ് പറഞ്ഞിട്ട് അതും കഴിച്ചു കേട്ടോ ഗൈസ്. നല്ലൊരു എല്ലാം കൂടി കഴിച്ച് കഴിയുമ്പോഴേക്കും ഒരു ഓംപ്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു തൃപ്തിയാണല്ലോ. അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞിട്ട് ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും പോകണം. എവിടെ പോകണമെന്ന് ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വീട്ടിലല്ല ഗൈസ്, ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാനിങ്ങിലാണ്. പക്ഷെ ഇതുവരെ എവിടെ പോകണം എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. എവിടെ പോകണമെന്ന് പ്ലാനിങ് ഉണ്ടാവില്ല, എപ്പോഴും ഇതുപോലെ തന്നെയാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. അതേപോലെ നമുക്ക് ഇന്നും പോകാം. എങ്ങോട്ട് പോകും? ചിലപ്പോൾ ഇനി ചിലപ്പോൾ പോകില്ല, ചിലപ്പോൾ പോകും. പോകാനും പോകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം, വഴിയെ കാണാം കേട്ടോ ഗൈസ്. ഇതിൽ ഒരാളവിടെ നോക്കേണ്ട ഒരു താല്പര്യമില്ല നമുക്ക് ഫുഡ് എടുത്ത് തരാനൊന്നും. ഓർഡർ പറഞ്ഞു തീരണതിന് മുമ്പ് തന്നെ ആള് പോകും ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡ് അടിയെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്രയായി? സമയം ഇപ്പോൾ ഏകദേശം 2 മണിയായിട്ടാവും. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെറായി ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. സൗണ്ട് ഉറക്കും പിന്നെ സ്കോപ്പ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അതേ സമയം 2 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെറായി ബീച്ചിലേക്ക് പോവാണ് ഗൈസ്. നേരത്തെ നല്ല ഉറക്കമാണ്. അവിടെ ചെല്ലുമ്പോൾ നൈസായിട്ട് എഴുന്നേൽപ്പിക്കാൻ നോക്കണം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ബീച്ച്. അപ്പോൾ ഞങ്ങൾ അവിടെയൊന്നും ബീച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ചെറായിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അല്ലേ നേരത്തെ? പക്ഷേ അല്ലേ മീനമ്മ? നല്ല ഉറക്കം വന്നിട്ടുണ്ട്. പക്ഷെ സാരില്ല, നമുക്ക് ബീച്ചിൽ പോയിട്ട് കുറച്ച് ചില്ല് ചെയ്തിട്ട് പോരാ. നേരത്തെ ഉറങ്ങിയിട്ട് ഗൈസ്. ഞങ്ങൾ മുടിയൊക്കെ കഴിഞ്ഞ് പ്രാന്തിനെ പോലെയൊക്കെയാണ് ഗൈസ്. പിന്നെ ഭയങ്കര എഡിറ്റിങ്ങിലാണ് കേട്ടോ ഗൈസ്.
അവളൊരു ഫോട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കേറിയപ്പോ മുതല് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അത് എഡിറ്റ് ചെയ്തോടെ ഫോട്ടോ കാണിച്ച് ഇതാണ് മിനമ്മയുടെ ഫോട്ടോ. എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ്. ചെല്ലാനല്ലല്ല ഗൈസ്, ചെറായി ബീച്ചിൽ വന്നിട്ട് ബീച്ച് കാണാതെ ഞങ്ങളിങ്ങനെ അലയുകയാണ് ഗൈസ്, അലയുകയാണ്. രാത്രി അതുകൊണ്ട് ബീച്ച് കാണുന്നില്ല. ഞങ്ങള് ടോർച്ച് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ ബീച്ച് നോക്കി, പക്ഷെ ബീച്ച് കാണുന്നില്ല. ഫുള്ള് ഇവിടെ കല്ലൊക്കെ കെട്ടി വെച്ചേക്കണാണ്. എന്തിനാ ഇങ്ങനെ കല്ലൊക്കെ കെട്ടി വെച്ചിരിക്കണെന്ന് മനസ്സിലാവണില്ല. താമുണ്ടായിരിക്കണോ അവിടെ? അങ്ങനെ ചെറായി ഫുള്ള് കറങ്ങിയിട്ട് നമുക്ക് ബീച്ചൊന്നും കാണാനും പറ്റിയില്ല, അങ്ങോട്ട് പോകാനും പറ്റിയില്ല കേട്ടോ. ഫുൾ കല്ല് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇരുട്ടായിരുന്നു, നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയും ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ മനുഷ്യരും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് കാറിൽ തന്നെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതേ വണ്ടി തിരിച്ചിട്ട് ഇതേ പോവാണ് കേട്ടോ ഗൈസ്. എന്തായാലും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ബീച്ചിൽ പോയിട്ട് റീൽ എടുക്കണമെന്നുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല ഗൈസ്. അപ്പോൾ അവിടെ ബീച്ചേ ഞങ്ങൾ കണ്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ജോസ് ജംഗ്ഷൻ നിർത്തിയിട്ട് അവിടെ നിന്നൊരു നല്ലൊരു ചൂട് ചായ കുടിച്ചിട്ട് ഇതേ നേത്തമ്മക്കാണെങ്കിൽ അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. മേടിച്ച് കൊടുത്ത് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചൊന്ന് ചില്ലായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട ഗൈസ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല വ്ളോഗിൽ എനിക്കറിയാം, പക്ഷെ എന്നാലും ചുമ്മാ ഒരു വ്ളോഗ് ഇടാമെന്ന് തന്നെ വിചാരിച്ചിട്ടോ. കുറേ നാളായില്ലേ അപ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ടും അതുപോലെ തന്നെ കുറേ നാളായി ഒന്ന് ഒരു വ്ളോഗിങ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തോന്ന് വെച്ചാൽ ചെയ്തില്ല, പ്ലാൻ ചെയ്തില്ലേന്ന് വെച്ചാൽ ചെയ്തു, പ്ലാൻ ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു, ചെയ്തില്ലെന്ന് വെച്ചാൽ ചെയ്തില്ല. അങ്ങനത്തെ ഒരു വൈബ് എടുത്ത് പോയതാണ്. പക്ഷെ നമ്മൾ ഒരിടത്തും പോയില്ല ഗൈസ്. ജസ്റ്റ് പോയിട്ട് എന്തായാലും വീക്കെൻഡ് അല്ലേ, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോന്ന്. ഇനി എന്തായാലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, രാവിലെ എഴുന്നേക്കണം. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേക്കാല്ലേ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. തട്ടിക്കൂട്ടിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു പെട്ടെന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമന്റ് കൂടി ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു, ബൈ.